ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് മിക്സി ജാറിൽ ചിലപ്പോൾ നമുക്ക് കുരുമുളക് അതുപോലെ ജീരകം ഒക്കെ ചിലപ്പം അടിക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് മിക്സി ജാർ നന്നായി ഉണങ്ങേണ്ട സമയം. അപ്പോൾ അത് കണ്ടോ, ഇത് ചിലപ്പോൾ ഞാൻ കഴുകി വെച്ചേം പാടാണ്. അപ്പോൾ വേറെ ജാറ് ഇല്ലാത്തവർക്ക്, പ്രത്യേകിച്ച് ഇതുപോലെ ചമ്മന്തി ജാറ് ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ ഇടും. അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ചെയ്യുക, ഇത് നന്നായി ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് ചെയ്യുക. നന്നായി ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷെ എത്ര തുടച്ചാലും ഇതിൻ്റെ ഈ ഒരു വക്ക് അഥവാ ഇതിൻ്റെ ഈ ഒരു ഉൾസൈഡ് ഉണങ്ങില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഇട്ട് അടിക്കുന്നത്, അപ്പോൾ തീർച്ചയായും ആ ഒരു നനവ് അതിലേക്ക് കൂടി സ്പ്രെഡ് ആവും. അപ്പോൾ ഇത് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ, അഥവാ അതിൻ്റെ ഉൾഭാഗത്ത് നന്നായി ഉണങ്ങാനുള്ളൊരു ടിപ്പാട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായി വേണ്ടത് ഇതുപോലെ ഒരു പാത്രമാട്ടോ, നമ്മളൊരു ഫ്രൈങ് പാൻ ഉണ്ടല്ലോ, ഇതുപോലെ ഒരു ഫ്രൈങ് പാനാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാനൊന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് അടുപ്പ് വെച്ചെടുക്കുന്നു. ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ജാറെന്ന് പറയുന്നത് ഇതുപോലെ ഒന്ന്, അതായത് ഇത് വെള്ളമാണിത്, ഈ ജാറൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു തീ ഒന്ന് കുറച്ചൊന്ന് സിമ്മാക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം നമ്മളിത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഉണക്കം നന്നായി ഇതിന് വന്നു കിട്ടും. അപ്പോൾ അത് ഏകദേശം ഉണങ്ങി വരുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നിവർത്തി കൊടുക്കട്ടെ. ഇത് കണ്ടോ, അത് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു നനവൊക്കെ നന്നായി ഒന്ന് ഉണങ്ങുന്ന ആ ഒരു ഇതാണ് ഇത് കണ്ടത്. അപ്പോൾ കുറച്ചും കൂടി ഉണങ്ങാനുണ്ട്. നമുക്കിത് അതുപോലെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. വല്ലാണ്ട് സ്പീഡൊന്നും കുറക്കണ്ട, ഒരു മീഡിയം ലെവലിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് നേരം വെച്ച് കൊടുത്താൽ തന്നെ സ്പീഡ് നന്നായി ഉണങ്ങിക്കോളും. അപ്പോൾ ഞാനത് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. കേട്ടോ, നന്നായി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലില്ലാതെ കണ്ടോ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കഴുകി വൃത്തിയാക്കിയ വെള്ളം നന്നായി ഉണങ്ങി കിട്ടാനും നമ്മുടെ അടിക്കുന്ന സാധനങ്ങളിൽ ഒരു അംശം പോലും നനവുണ്ടാകാതെ അടിക്കാനും സഹായിക്കും. ഇനി മറ്റൊരു ടിപ്പ് പറയുന്നത്, ഇതുപോലെ ഒരു ചിരട്ട നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇതുപോലെ ഓട്ട വേണമെന്നില്ല കേട്ടോ, അപ്പോൾ ഇത് ഓട്ട ഉള്ളതായിട്ട് ഞാൻ എടുത്തുന്നുള്ളൂ. ചിരട്ട നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 2 റബ്ബർ ബാൻഡ് കൂടി നമുക്ക് ഒപ്പിച്ചെടുക്കാം. ഈ റബ്ബർ ബാൻഡ് ജസ്റ്റ് അതിൽ മുകളിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മുടെ പാത്രം കഴുകുന്ന സോപ്പൊക്കെ ഉണ്ടല്ലോ, അതിതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു ഇതുപോലെ പാത്രത്തിൽ വെക്കുന്ന പോലെ ഇതുപോലെ ഒന്നും അലിഞ്ഞു വരില്ല കേട്ടോ. അതുകൊണ്ട് സോപ്പ് നമുക്ക് ധാരാളം ദിവസം കിട്ടും, ഇതുപോലെ അലിയാണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സോപ്പ് ധാരാളം ദിവസം കിട്ടും, പെട്ടെന്ന് അലിയില്ല കേട്ടോ. ഇനി കുറച്ച് അലിയാണെങ്കിൽ തന്നെ അത് അടിയിലേക്ക് പോയിക്കൊള്ളും. അപ്പോൾ അതും നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഓട്ട ഉള്ളതുകൊണ്ടാണ്, ഓട്ട ഇല്ലെങ്കിൽ നമുക്ക് ആ ചിരട്ടയിലുള്ള വെള്ളം കൂടി നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ സോപ്പ് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് കിട്ടണമെങ്കിൽ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക.